അലീനയെ സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക് യാത്രയാക്കാൻ മനവും പോയിരുന്നു കേട്ടോ നെടുമുറിക്കൽ വീട്ടിലേക്ക്. അവിടെ ചെന്നതിന് ശേഷം ആകപ്പാടെ മനസ്സ് തകർന്നാണ് മനു തിരികെ കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നത്. അവിടെ വന്നപാടെ കമലയുടെ വക ചോദ്യമുണ്ടായിരുന്നു. എന്താടാ അവള് പെട്ടിയും കിടക്കിയെടുത്ത് പോയോ? സമാധാനമായല്ലോ ഇവിടെ ഉള്ളവർക്കെല്ലാം. നാശം വന്ന് കയറിയപ്പോ തൊട്ടേ തുടങ്ങിയതാ ഓരോ നാശങ്ങള്. ഈ വീടിനും ആ വീടിനും എല്ലാം നാശമല്ലായിരുന്നോ? ഇനി എങ്ങോട്ടാണോ അവൾ പോയിരിക്കുന്നത് അവിടെ കൂടി ആ തറവാട് കൂടി മുടിപ്പിച്ചിട്ടേ അവളിനി തിരികെ അടുത്തടുത്തേക്ക് പോവുള്ളൂ. എന്തൊരു ജന്മമാണോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ മനു പറയാണ്, അമ്മേ ആകെപ്പാടെ സമനില തെറ്റിയാണ് ഞാൻ നിൽക്കുന്നത്. വെറുതെ എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട. അമ്മയമ്മയുടെ കാര്യം നോക്കി പോ. സമനില തെറ്റാൻ മാത്രം എന്താടാ ഉണ്ടായത്? അവള് എങ്ങോട്ടോ പോയി. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു ജോലിക്കാരിയല്ലേ. അല്ലാതെ അവക്ക് വേറെ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ. ഇത്രയും നാളും അവള് ആ ബാലേന്ദ്രന്റെ മകളാണെന്നും പറഞ്ഞ് എല്ലാരെയും പറ്റിച്ചില്ലേ? ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ. അവൾ ആരുമല്ല, ഒരു വേലക്കാരി മാത്രം, ഒരു അനാഥ. പിന്നെ എന്തിനാടാ അവൾക്ക് വേണ്ടി നീ ചങ്ക് തകർന്നത്? ഇനിയെങ്കിലും വേറെ വല്ലോ നല്ല പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കാൻ നോക്ക്, അവളെ നോക്കി ഇരിക്കാതെ. നാണം കെട്ടവൻ എന്നൊക്കെ പറയുമ്പോ എന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അലീന ഇവിടെ നിന്ന് എവിടെ പോയാലും ഞാൻ അലീനയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അതില് യാതൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മനു ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി ഡോർ അടയ്ക്കുകയാണ്. എന്താടാ അവള് പോയോ? പോയി മുത്തശ്ശി, അവള് പോയി. കരഞ്ഞോണ്ടായിരിക്കും അല്ലേ പാവം പോയത് എന്ന് പറയുമ്പം അതെ എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് അവളുടെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ അവളെ കൊണ്ടുപോയത്? അതെ, ബാലനങ്ങള് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു. അവളെയും കൊണ്ട് അങ്ങോട്ട് തന്നെയാ പോയത്. എന്നെ ആലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണെന്ന് അച്ഛൻ പറഞ്ഞുവെന്ന് അവള് പറഞ്ഞു. എന്തൊക്കെയാണോ ഇനി സംഭവിക്കാൻ പോണെന്ന് ഓർത്തിട്ട് എനിക്ക് വെത്തും പിടിയും കിട്ടുന്നില്ല മോനെ. ആദ്യം അവൾ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പം ഉണ്ടായ പ്രശ്നമല്ല മോൻ അറിയാലോ. ഇനി അങ്ങോട്ടേക്ക് പോയാലും അത് തന്നെയല്ലേ. ആ സ്റ്റാൻലിക്ക് ഇപ്പോൾ ഭാര്യയും മക്കളും എല്ലാം കാണില്ലേ. അവിടെ പോയാലും ഇതിനപ്പുറം പ്രശ്നമായിരിക്കും. ആ കുട്ടിക്ക് അവിടെ ഒരു സമാധാനം കിട്ടില്ല. അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോകണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മനു പറയാണ്, ബാലനങ്ങൾ നോക്കിയപ്പോ അവൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവളുടെ അച്ഛന്റെ കൈകളിലല്ലേ. അത് മാത്രമല്ല, അവളുടെ അച്ഛനാണെന്നറിയാനുള്ള അർഹത അവക്കുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം തേടി പിടിച്ച് അങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും അത് നല്ല കാര്യമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ കിട്ടാത്ത വില ഒരുപക്ഷെ അവൾക്ക് അവിടെ കിട്ടിയെങ്കിലോ? അവളുടെ അച്ഛൻ ഇതുവരെ അവൾ ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്ന് പോലും അയാൾക്കും അറിയില്ലല്ലോ. അയാളും അറിയട്ടെ ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് എന്നൊക്കെ മനു മുത്തശ്ശിയോട് പറയുന്നുണ്ട്. വൈജ എങ്ങാനും സത്യം അറിയുമോനെ? അവള് പോയിരിക്കുന്നത് സ്വന്തം അച്ഛനടുത്തേക്കാണ്. സ്റ്റാൻലിയാണ് അവളുടെ അച്ഛനെന്നെങ്ങാനും വൈജ അറിഞ്ഞ അതോടെ തീർന്നു എല്ലാം. ബാലേന്ദ്രൻ എല്ലാം കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നാ എന്റെ സംശയം. എല്ലാവരെയും എല്ലാം അറിയിക്കാൻ വേണ്ടിയുള്ള അവന്റെ സൂത്രമായിരിക്കും. എന്റെ പൊന്നു മുത്തശ്ശി, ഇതുവരെ അങ്കിളിനെ മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ? ആ പാവം ഇതിൽ കൂടുതൽ എന്നാ ചെയ്യാനാ? മുത്തശ്ശിയുടെ മകളുടെ അഹങ്കാരം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അലീന അവിടെ നിന്നോട്ടെ എന്ന് കരുതിയെന്നെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവായിരുന്നോ? എടാ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ മനസ്സിൽ ഭർത്താവ് തന്നെക്കാട്ടിലും വേറെ പെൺകുട്ടിനെ സ്നേഹിക്കുന്നതെന്നറിയുമ്പം ഏത് ഭാര്യക്കാടാ സഹിക്കുന്നത്? അതും ആദ്യം സ്വന്തം മകളാണെന്ന് പറഞ്ഞു, പിന്നെ അല്ലെന്നറിയുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നീ കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. അവള് പറയുന്നതിലും അവളുടെ ഭാഗത്തും ന്യായമില്ലേ? നിനക്കറിയില്ല, വൈജ പണ്ട് നല്ല പാവം കുട്ടി തന്നെ ആയിരുന്നു. ഇങ്ങനെ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാൻലി മൊത്തമുള്ള അവളുടെ ജീവിതം, അതിനുശേഷം കുഞ്ഞ് നഷ്ടപ്പെട്ടു. അതിനൊക്കെ ശേഷമുള്ള തകർച്ചയാ അവളെ ഈ രീതിക്കാക്കിയത്. പിന്നീടെന്നും എല്ലാവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും വാശിയുമാ. അവളുടെ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടതിലുള്ള വാശിയും ദേഷ്യവുമാണ് അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പം മനു പറയാണ്, അങ്ങനൊരു അബദ്ധം തനിക്ക് സംഭവിച്ചുവെന്ന് ആന്റിക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ളപ്പം അങ്കിളിനോട് കുറച്ചുകൂടി മാറ്റി പെരുമാറണ്ടേ? അത് മാത്രമല്ല, തനിക്ക് പണ്ട് അങ്ങനെ തെറ്റ് സംഭവിച്ചതാ. എന്നിട്ടും അങ്കിളിനോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അലീന സ്വന്തം മോളെ പോലെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ അതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ തല്ലുകൂടുന്നത്? അതല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അലീന അവിടെ നിന്ന് പോയാൽ മതിയാവുമെന്നുള്ള ആന്റിയുടെ ആ വാശിപ്പുറത്തുകൊണ്ടല്ലേ ഇപ്പൊ അങ്കിള് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ടല്ലേ അലീനയെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ആക്കിയത് എന്ന് പറയാണ്. സ്റ്റാൻലിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല.
അയാൾ എത്രക്കാരനായിരിക്കും? അതൊന്നും അറിയില്ല മുത്തശ്ശി. എന്തായാലും അവളവിടെ പോയി കുറച്ചു ദിവസം നിന്നാലല്ലേ കാര്യമൊക്കെ അറിയാനൊക്കെ ഉള്ളൂ. ഇന്ന് എന്തായാലും അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ. അല്ല, ആന്റി പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ഇറങ്ങിയോ? ഒന്നും അറിയില്ല മോനെ, ഞാൻ ഇതിനകത്തിരിക്കല്ലേ. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം അറിയാം, അല്ലാതെ ഒന്നും അറിയാനും പറ്റില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. നിനക്ക് ആകെപ്പാടെ സങ്കടമായല്ലേ മോനെ? നീ അവളെ വിവാഹം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞത് സത്യമാണോ? നീ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അപ്പം മോന് പറയുന്നുണ്ട്, ഞാനത് തമാശ പറഞ്ഞതാണെന്നാണോ എല്ലാവരും കരുതിയത്? തമാശയൊന്നും അല്ല, സത്യം തന്നെയാ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അലീനേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഫോണും വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ടുള്ള സമാധാനത്തിലാണ് ഞാൻ. പിന്നെ അവൾക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അവിടെ പോയിട്ട് അവളുടെ അച്ഛനും എല്ലാവരും ഉണ്ടെന്ന് അവളും ഒന്ന് അറിയട്ടെ. അതിനുശേഷം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും എൻ്റെ ഭാര്യയായിട്ട്. അതിനെ ആരൊക്കെ എതിർത്താലും ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് എന്താ ഇവിടെ വൈജാനിയുടെ കാര്യം എന്നൊക്കെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനു നേരെ ഹാളിലേക്ക് ചെല്ലാണ്. വൈജി അപ്പോഴേക്കും ടാക്സി റെഡിയാക്കിയിട്ടുണ്ട്. ആ പെട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് പോവാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആഹാ, ആന്റി യുദ്ധം ജയിച്ചല്ലേ, അങ്ങനെ പോവാനൊരുങ്ങും അല്ലേ? എന്താടാ, നീ എന്നെ കളിയാക്കാണോ? എന്റെ വീട്ടില് ഇത്രയും നാളും ഒരു വിശപ്പാമ്പുണ്ടായിരുന്നു. അവളെന്തായാലും അവിടെ നിറങ്ങി പോയല്ലോ. ഇനിയിപ്പം എന്റെ വീട്ടിലേക്ക് ഞാൻ പോവാ. എന്റെ മക്കള്, എന്റെ ഭർത്താവ് എല്ലാം എനിക്ക് തിരികെ വേണം. എല്ലാം ഇത്രയും കാലം അവള് കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അവള് കാരണം ഞാൻ അനുഭവിച്ചിന് കയ്യും കണക്കുമില്ല. എന്റെ ഈ അവസ്ഥയിലാക്കിയത് പോലും അവൾ ഒറ്റയിരുത്തിയാ. എന്തിനാ ആന്റി എഴുതാപ്പുറം വായിക്കുന്നത്? എല്ലാം ആന്റി കൂടി ചെയ്തു വെച്ചതല്ലേ. ആന്റി രാത്രിയിൽ വണ്ടി എടുത്തോണ്ട് പോയതുകൊണ്ടല്ലേ ആന്റിക്ക് ആപത്ത് സംഭവിച്ചത്. പിന്നെ അവളുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങൾ തന്നെയാ, അല്ലാതെ അലീനയല്ല. വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട. അല്ലെങ്കിലും അവളെ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കത് സഹിക്കില്ലല്ലോ. നീയും അവളുടെ കീഴെ തന്നെയാണല്ലോ എന്ന് പറയുമ്പം അതിനൊക്കെ കൃത്യമായും വ്യക്തമായും കാര്യമുണ്ട് ആന്റി. പിന്നെ അവളിപ്പോ പോയെന്ന് പറഞ്ഞ് ആന്റി സന്തോഷിക്കണ്ട. എത്രയും പെട്ടെന്ന് അവൾ തിരികെ വരും എൻ്റെ ഭാര്യയായിട്ട് എന്ന് പറയുമ്പം നീ എന്തോ കാണിക്ക്, എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടല്ലേ വരുള്ളൂ, എൻ്റെ വീട്ടിലേക്ക് വരില്ലല്ലോ. എടാ പൊട്ടാ, നീ ഇത്രയ്ക്ക് പൊട്ടനായി പോയല്ലോ. ഇത്രയും കാലം അയാളുടെ മകളാണെന്ന് പറഞ്ഞ് എല്ലാരെയും അവർ രണ്ടുപേരും കൂടി പറ്റിക്കല്ലായിരുന്നോ? കള്ള് വെള്ളിച്ചിട്ടാന്ന് അറിഞ്ഞപ്പോ അവൾ അവിടുന്ന് മുങ്ങിയതാ. അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലേടാ. വേറെ എത്രയോ നല്ല തറവാട്ടില് നല്ല ഒന്നാന്തരം പെമ്പിള്ളാരെ കിട്ടും. എന്നിട്ട് നിനക്ക് തന്നെ വേണോടാ ഇതുപോലെ ഒരു പിഴച്ചവളെ? ദേ ആന്റി, അലീനെ കുറിച്ച് ഇമ്മാതിരി മോശമാക്കൊന്നും പറയണ്ട, എനിക്കത് ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അവൻ അനുഭവിക്കേണ്ടത് അവൻ അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ് വൈജയോട് നിൽക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അലീനേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രനും അതുപോലെ തന്നെ കൃഷ്ണയും നമ്മുടെ ബബിതയും രോഹിയും പിന്നെ മനുവൊക്കെ കേട്ടോ. എന്നാൽ അലീന അവിടെ പോയത് വല്ലാണ്ട് ആഘോഷിക്കുകയാണ് വൈജയന്തി. അലീന അവിടെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിരുന്നു. അവളുടെ ഭരണപരിഷ്കാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം മാറ്റിമറിക്കുകയാണ് വൈജ. മക്കള് മൂന്നുപേരും സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും അലീന കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അവർ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ അതും അലീന പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതും മാറ്റുകയാണ് കേട്ടോ. എല്ലാം അവളും നിയമിച്ച എല്ലാ കാര്യങ്ങളും മാറ്റുന്നത് ബാലിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ മക്കൾ ഇപ്പോഴാണ് പരസ്പരം സഹോദരങ്ങളെ പോലെ പെരുമാറുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ബാലേന്ദ്രൻ ഒന്ന് സന്തോഷിച്ചു വരുമായിരുന്നു. അപ്പോഴാണ് വൈജ വീണ്ടും വന്ന് എല്ലാം തകിടം മറിക്കുന്നത്. അലീനയ്ക്ക് കൊടുത്ത ഒറ്റ വാക്കിന്റെ പുറത്ത് വൈജ എന്ത് ചെയ്യാലും കണ്ണടച്ച് ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. അങ്ങനെ എങ്ങനെയെങ്കിലും അലീനെ കാണാമെന്ന് മനുവിന് വല്ലാത്തൊരാഗ്രഹം തോന്നുകയാണ്. ഇതേ സമയത്ത് അവിടെയാണെങ്കിലോ സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും വീട്ടുകാരുമെല്ലാം അലിയുടെ കാര്യം അറിഞ്ഞ് വല്ലാത്ത പ്രശ്നമൊക്കെ ആയി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും സ്റ്റാൻലി പറപ്പിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മകൾ ഇവിടെ താമസിക്കും എൻ്റെ കൂടെ, അത് ചോദിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞ് എല്ലാവരെയും പറപ്പിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ കൂടെയുള്ള ജീവിതം അലീന ഒരു തരത്തിൽ മടുത്ത അവസ്ഥയിലാണ്. വലിയൊരു മുറിയും സൗകര്യങ്ങളും ജോലിക്കാരും എല്ലാം ഉണ്ട്. നേരെ ഭക്ഷണം, ഉറക്കം, കിടക്കാൻ സ്ഥലം,
ഉടുക്കാൻ വസ്ത്രം എല്ലാം ഉണ്ട്. പക്ഷെ താൻ എന്തോ മിസ് ചെയ്യുന്നു എന്നുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അലീന മാറുകയാണ്. ഇത്രയും കാലം ജോലിയൊക്കെ ചെയ്ത് സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ സന്തോഷമായിട്ട് കഴിയല്ലായിരുന്നോ? അനാഥാലയത്തിലാണെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ജോലികളൊക്കെ ചെയ്ത് അവിടുത്തെ എല്ലാ വെൽഫെയറിനോട് എല്ലാം കഷ്ടപ്പെട്ടതെല്ലാം അലീനയാണല്ലോ. കുട്ടികളെ വളർത്തുന്നതും അവർക്കുള്ള സഹായം എത്തിക്കുന്നതും അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നതും എല്ലാം അലീനയായിരുന്നല്ലോ. അതെല്ലാം അവൾ ഓർക്കാണ്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ സ്വത്ത്, പണം, ഭക്ഷണം എല്ലാം ഉണ്ട്. പക്ഷെ സംസാരിക്കാൻ ആരുമില്ല. ആളൊന്നും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലി, അയാൾക്ക് പരിചാരകരായിട്ട് 3-4 പേര്, തലങ്ങും വലങ്ങും നടക്കുന്ന പട്ടികൾ, ഇത് മാത്രമാണ് അവിടെ ഉള്ളത്. അവൾക്ക് ഏക ആശ്വാസവും ആ പട്ടികൾ മാത്രമാണ്. തന്നോട് മിണ്ടാൻ പോലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. എല്ലാവരും അവനുടെ ജോലിയില്, തനിക്ക് മാത്രം ഒരു ജോലിയില്ല. വെറുതെ ഇരുന്ന് അലീനയ്ക്ക് അങ്ങനെ ശീലമില്ലല്ലോ. അലീന കുറച്ചുനേരം പ്രാവിൻ്റെ അടുത്ത് പോവും, കുറച്ചുനേരം പട്ടികളുടെ അടുത്ത് പോവും. പിന്നെ എന്നെ ചെയ്യാനാ? വീണ്ടും മുറിയിലേക്ക് തന്നെ വരും. അങ്ങനെ ആകെപ്പാടെ ജീവിതം തന്നെ മുരടിച്ചു പോകുന്ന പോലെ വല്ലാത്തൊരവസ്ഥയിൽ അലീന മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്ന് തന്നെയാണ് കേട്ടോ അലീനയുടെ ചിന്താഗതി. അങ്ങനെ രേവതിക്കുട്ടി അലീനയെ കോൾ ചെയ്യുന്നുണ്ട്. അല്ലേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അവിടെ ഇപ്പോൾ അടിച്ചുപൊളിയല്ലേ? പിന്നെ വല്ലാത്ത അടിച്ചുപൊളിയാ എൻ്റെ പൊന്നു മോളെ. ഞാനിവിടെ ഒരു തടവറക്കകത്ത് കിടക്കുന്ന പോലെയാ. അയെന്താച്ചി, സ്വന്തം അച്ഛൻ്റെ കൂടെയല്ലേ? അത് മാത്രമല്ല, അവിടെ ജോലിക്കാരും ഇഷ്ടംപോലെ സ്വത്തും പണവും ഭക്ഷണവും എല്ലാം ഉണ്ടെന്നാണല്ലോ കേട്ടത്. പിന്നെ എന്ത് വേണം? അതൊക്കെ മതിയോ മോളെ ഒരാൾക്ക് ജീവിക്കാൻ? മോളിപ്പോൾ കോളേജിലേക്ക് പോകുന്നില്ലേ? അവിടെ പോകുമ്പോൾ കുറേ ആളുകളെ കാണുകയും കുറേ സുഹൃത്തുക്കളൊക്കെ ഇല്ലേ? അതുപോലെ അവിടെ ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനങ്ങളും മോളുടെ ഇഷ്ടംപോലെ സംസാരിക്കാറില്ലേ? നിങ്ങൾ ഒരുമിച്ച് വിശേഷങ്ങളൊക്കെ പറയാറില്ലേ? കുസൃതിയൊക്കെ കാണിക്കാറില്ലേ? പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. 24 മണിക്കൂറും എൻ്റെ പപ്പാന്ന് പറഞ്ഞ ആളെ വെള്ളവടിയാ. ബാക്കിയുള്ള 4 സർവൻസ് അവനുടെ കാര്യം നോക്കി നടക്കും. എന്നോട് മിണ്ടാൻ പോലും ആരുമില്ല. വേറൊരു മനുഷ്യരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? പിന്നെ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് വരും പ്രശ്നമുണ്ടാക്കാനായിട്ട്. എൻ്റെ അമ്മ, അതായത് സ്റ്റാൻലി ജോസഫ് എന്ന അപ്പൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ വരും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. ഒരു കാടിനകത്ത് ഒരു ഒറ്റപ്പെട്ട ബംഗ്ലാവ്, അവിടെ താമസം. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നമ്മളെത്ര സന്തോഷത്തിലായിരുന്നു ആ അനാഥാലയത്തിൽ. അത് മതിയായിരുന്നല്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചേച്ചി, ചേച്ചി ആകെപ്പാടെ തകർന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങളെന്തായാലും ചേച്ചി ഒന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞിരിക്കാം. അയ്യോ, അതിന് ഇവിടുത്തെ ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം? അതിനെന്താ, ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ? പിന്നെ അവിടെ ഉള്ളത് സഹോദരങ്ങളല്ലേ, സ്വന്തം ചോരയല്ലേ? അവരൊക്കെ വന്നാൽ എന്താ കുഴപ്പം? മനുവേട്ടനോട് ഞാൻ വിളിച്ച് പറയാൻ പോവാ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരും, കുളത്തുപുഴയ്ക്ക്. ഞാനെന്തായാലും ഇവിടുന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയോട് അലീന പറയുമ്പോൾ അതിനെന്താ, വരുന്നവരൊക്കെ വരട്ടെ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ മനുവേട്ടനെ വിളിച്ച് രേവതിക്കുട്ടി കാര്യം പറയുമ്പോൾ മനു പറയാണ്, ഞാനും ഒന്ന് പോകണമെന്നോർത്തിരിക്കുക. എനിക്ക് ഇവിടെ ഒരു സമാധാനമില്ല രേവതിക്കുട്ടി. അലീനെ കാണഞ്ഞിട്ട് എനിക്കൊരു രക്ഷയില്ല എന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ഞാനേ അവരെ അങ്ങനെ വിളിച്ച് കാര്യം പറയാം. വേണ്ട, ഞാൻ നേരിട്ട് പോയി പറഞ്ഞോളാം. എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യാം എന്ന് മനു തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മനു നേരെ നെടുമ്പുരക്കിലേക്ക് ചെല്ലുകയാണേ. അവിടെ ചെല്ലുമ്പോൾ 3 പേര് ഇരുന്ന് പഠിക്കായിരിക്കും. ഈ സമയം വൈജ മുറിയിലായിരിക്കും കേട്ടോ. അങ്ങനെ മനു വന്നത് കണ്ട് ബബിത ചായ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. മനുവും അതുപോലെ രോഹിയും ബബിതയും കൃഷ്ണമോളും കൂടി സിറ്റൗട്ടിലിറങ്ങി സംസാരിക്കുകയാണ്. രേവതിക്കുട്ടി വിളിച്ച കാര്യങ്ങളെല്ലാം മനു പറയുന്നുണ്ട്. നമുക്ക് അവിടം വരെ പോയാലോ എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയാണ്, ഞാൻ ഇന്നലെ റെഡി. ബബി പറയാണ്, ചേച്ചി കാണുമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹ. എത്ര നാളെ ഒന്ന് കണ്ടിട്ട്. ഈ ഫോൺ ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. ആളവിടെ ആകെപ്പാട് ഡെസ്പാൻ തോന്നുന്നു. രോഹി പറയാണ്, അല്ലെങ്കിലും ജോലിയൊക്കെ ചെയ്ത് പാറിപ്പറന്നത് ചേച്ചിയല്ലേ. പെട്ടെന്ന് പിടിച്ചൊരു കൂട്ടിനകത്ത് അടച്ച അവസ്ഥയായില്ലേ ഇപ്പോൾ. എന്നും ഞങ്ങളെ വീഡിയോ കോൾ വിളിക്കും. അത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യ. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ചേച്ചി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലല്ലേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് പോണം മനുവേട്ടാ. നാളെ തന്നെ പോയാലോ? അതിനെന്താ, നാളെ തന്നെ പോയിക്കളയാം. അങ്ങോട്ടേക്ക് വൈകിച്ചു വരാണ്. അല്ല, എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത്? ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാം. അതെവിടെയാണെന്നാ ചോദിച്ചത്? കുളത്തുപുഴയ്ക്ക്. കുളത്തുപുഴയോ? ആ, അവിടെ അല്ലേ മറ്റുള്ളവരെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. ഹാലിനാനെ, ഇനി അങ്ങോട്ടേക്ക് പോവാണോ നിങ്ങള്? മനു പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റി, അവള് ഇവർക്ക് സ്വന്തം ചേച്ചിയെ പോലെയാ. ചേച്ചിയെ പോലെയല്ലേ, സ്വന്തം ചേച്ചിയല്ലല്ലോ. അത് മാത്രമല്ല, ഞാനവളെ വിവാഹം കഴിക്കാൻ പോണതുവാ. അവളെൻ്റെ ബുഡ്ബിയാ. അങ്ങനെ നോക്കുമ്പോൾ എനിക്കും കാണാനുള്ള അവകാശമുണ്ട്.
നീ എന്താണ് മോനെ പൊട്ടത്തിലൊക്കെ പറയുന്നേ? നിന്റെ അമ്മ ഇതുപോലെ അറിഞ്ഞിട്ടാണോ? അമ്മ അറിഞ്ഞാലില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നാളെ പോവാ. ഇവിടുന്ന് പോയി നേരെ രേവതിക്കുട്ടിയെ കൂടെ കൂട്ടണം. ഗ്രേസമ്മയും മാമച്ചനങ്ങളും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ നാളെ കുളത്തൂപ്പുഴയ്ക്ക് പോകും. അങ്ങനെ എൻ്റെ മക്കളെയും കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അമ്മ വെറുതെ വാശി പിടിക്കണ്ട, ഞങ്ങൾ നാളെ പോകും. ആഹാ, എങ്കിൽ എനിക്ക് ഒന്ന് കാണാമല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ വൈജ. ഈ സമയം ബാലേന്ദ്രൻ അവിടുന്ന് വരികയാണേ. അവിടുന്ന് കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി സിറ്റൗട്ടിലേക്ക് വരുമ്പം, ആഹാ മനു, നീ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുമ്പം, അങ്കിളെ ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. നാളെ കൊളത്തുപുഴയ്ക്ക് അലിനെ കാണാൻ പോയാലൊന്ന് ആലോചിക്കാം. അവൾ വിളിച്ചപ്പോഴും ആകെപ്പാട് ഡെസ്പാ. രേവതിക്കുട്ടിയോട് വിളിച്ച് എന്തൊക്കെയോ സങ്കടം പറഞ്ഞു അത്രേ. അവിടെ ഒരു ജയിലിനകത്തുള്ളത് പോലെയാ. ആൾക്കാരെ കണ്ട് കുറെ കാലായെന്നൊക്കെ. നമ്മളെല്ലാം കൂടി പോവാണെങ്കിൽ അത് വലിയ സന്തോഷമായിരിക്കും അങ്ങളെ. നമുക്ക് പോയാലോ എന്ന് പറയുമ്പം, അതിനെന്താടാ, നാളെ രാവിലെ നിങ്ങൾ പോയിക്കോ, എനിക്ക് വരാൻ പറ്റില്ലടാ. നാളെ അർജന്റായിട്ട് കുറെ പേപ്പേഴ്സൊക്കെ നീക്കാനുണ്ട്, കുറെ മീറ്റിംഗ് ഉണ്ട്. നാളത്തെ ദിവസം വലിയ ചടങ്ങ് പിടിച്ച ദിവസാ. മക്കളെയും കൂട്ടി നീ നാളെ പോയിട്ട് വാ. രേവതിക്കുട്ടി വരില്ലേ? രേവതിക്കുട്ടിയുണ്ട്. അവിടെ പോയിട്ട് മാമച്ചരങ്ങളും ഗ്രേസിമിയാൻറ്റി ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടണം എന്ന് പറയുമ്പം വൈജ പറയാണ്, മനു, ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ ഞാൻ വിടില്ല. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ കൃഷ്ണയോടും ബബിജയോടും രോഹിയോടും പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ 3 പേര് റെഡിയാവണം കേട്ടോ. പിന്നെ ഒരു ദിവസമുള്ള ഡ്രസ്സ് എടുത്തോ. അല്ല നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം അവിടെ കിടന്നാൽ മതി. എന്നിട്ട് നാളെ തന്നെ തിരിച്ചു പോരെ എന്ന് പറയുമ്പോഴേക്കും വൈജ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണേ. താങ്ക് യു അച്ഛാന്ന് പറഞ്ഞ് കൃഷ്ണമോളൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ശരി മനു, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനൊന്ന് ഫ്രഷ് ആകാം. അപ്പോഴേക്കും വൈജ പറയാണ്, എൻ്റെ വാക്കിന് ഈ വീട്ടിൽ യാതൊരു വിലയില്ലേ? എൻ്റെ പൊന്നാൻറ്റി, ആൻറ്റി എന്തിനാ ഇങ്ങനെ വെറുതെ വാശി പിടിക്കുന്നേ? ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞപ്പോൾ ആകാശമൊന്നും താഴേക്ക് വീഴാൻ പോണില്ല. ഡാ, ആ നാശം പിടിച്ചോള് ഇവിടുന്ന് പോയെന്നോർത്ത് ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണോ നീ അടുത്ത ഗുലുമാലും കൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്? എന്തായാലും ഞാനിവിടെ വിടില്ല. അമ്മേ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ പോയിക്കോളാൻ. അതുകൊണ്ട് ഇനിയിപ്പോ അമ്മയൊന്നും പറഞ്ഞ കാര്യമില്ല. എടി, അമ്മയപ്പോ ഒന്നും പറയണ്ടേ? വേണ്ട, അതിന് മാത്രം അമ്മ ഞങ്ങൾക്കും ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. അച്ഛനാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഞങ്ങളോടൊന്ന് സംസാരിക്കുന്നത് പോലും. അമ്മ വെറുതെ ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രമല്ലേ വരാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുന്ന് അകത്തേക്ക് കയറി പോവാണ്. പുറകെ തന്നെ ബബിതെ രോഹിത്തും പോകുന്നുണ്ട്. എന്നാ ആൻറ്റി, ഞാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് മനു പോവാണ് കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും നാളെ ഒരെണ്ണത്തിന് ഇവിടെ നിന്ന് വിടില്ല എന്ന് പറഞ്ഞ വാശിക്ക് വൈജ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ച് ഇവർ ഏർപ്പാടാക്കുകയാണ്. രാവിലെ തന്നെ മനു കാറും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പം വൈജ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടേ. ഇവർ 3 പേരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വൈജ അവരെ തടഞ്ഞു നിർത്താണ്. അങ്ങനാണെങ്കിൽ ഈ അമ്മയുടെ ശവം കണ്ടിട്ട് നിങ്ങളിവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞിട്ട്, അമ്മ വെറുതെ കോമഡി പറയാതെ അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കേ. അമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അമ്മേനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അമ്മ ഒരു കോമാളത്തരം കാണിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം അമ്മ കാണിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് കൃഷ്ണയും ബബി രോഹിത്തും ഇറങ്ങിപ്പോവാണ് കേട്ടോ. പോയിട്ട് അവർ വണ്ടിയിൽ കയറുമ്പം ശരി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മനുവും ഒരു കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണേ. അപ്പോഴേക്കും തകർന്നടിഞ്ഞ് അവള് കസേരയിലേക്ക് ഇരിക്കുകയാണ്. കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിച്ച് ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. കൃഷ്ണ പറഞ്ഞ പോലെ അവളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവളെയാണ്. ഒരിക്കലും അവൾ ഒരു മണ്ടത്തരം കാണിക്കില്ല എന്ന് ഇവർക്കറിയാട്ടോ. അതുകൊണ്ട് തന്നെ അവർ മിണ്ടാതിർന്ന് പോകുന്നുണ്ട്. പിന്നെ സെർവൻ്റ് ഉണ്ടല്ലോ, സെർവന്റിനെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോണത്. അമ്മേനെ നോക്കിക്കോണം, എന്തൊക്കെയാണ് മൂമെന്റ്സ് എല്ലാം അറിയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇവരെല്ലാവരും കൂടി നേരെ പോണത് എറണാകുളത്തേക്കാണ്. രേവതിയെക്കുട്ടിയെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിരിക്കുകയാണ് കേട്ടോ രോഹിത്ത്. കാണാം, അവളോട് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്നോർത്തിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ മെസ്സേജ് അയക്കുകയും അതുപോലെ ചെറുതായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രോഹിയുടെ മനസ്സിൽ പതിയെ നമ്മുടെ രേവതിക്കുട്ടി കയറി തുടങ്ങിയിട്ടുണ്ട്. രേവതിക്കുട്ടിക്കും തിരിച്ചങ്ങനെയാണ് കേട്ടോ. എന്തോ ഒരു ചെറിയൊരു ക്രഷ് അവൾക്ക് രോഹിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നേരെ രേവതിക്കുട്ടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം ഗ്രേസിമാരിയും മാമച്ചനങ്ങളും വരുന്നില്ലെന്ന് ചോദിക്കുമ്പം മാമച്ചനങ്ങളിന് തീരെ സുഖമില്ല കേട്ടോ.
അതുകൊണ്ട് തന്നെ ഗ്രേസമ്മ ആൻറ്റി ഇപ്പോൾ വരുന്നില്ല മോനെ. അടുത്ത തവണ ഞാൻ എൻ്റെ അലിന മോളെ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും പോകും. ഇപ്പം എന്തായാലും വയ്യ, മാമച്ചനങ്ങളിലും വയ്യല്ലോ, അത്രയും ദൂരം പോകണ്ടേ, നിങ്ങൾ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ യാത്രയാക്കുകയാണ് കേട്ടോ. ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനങ്ങളും കാണുമ്പോൾ ഇവർക്കെല്ലാം ഒത്തിരി സന്തോഷമാണ്. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒരു ദിവസം കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞാണ് കേട്ടോ ഇവരെ വിടുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കാറിന് അടിച്ചു പൊളിച്ച് ഒരു യാത്ര പോവാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് വണ്ടിക്കകത്ത് ഡാൻസൊക്കെ കളിച്ചാണ് എല്ലാവരും പോകുന്നത്. അതൊരു പ്രത്യേക വൈബാണല്ലോ. ഒരേ പ്രായത്തിലുള്ള എല്ലാവരും കൂടി ആകുമ്പം നല്ല വൈബല്ലേ. രേവതിക്കുട്ടിക്കാണേലും കുറേ സഹോദരങ്ങളൊക്കെ കിട്ടിയ ഒരു ഫീലാണ് കേട്ടോ. അല്ല ചേച്ചി കാരണം ഇത്രയും സഹോദരങ്ങളെ അവർക്ക് കിട്ടിയല്ലോ, അതോർത്ത് അവൾ വല്ലാണ്ട് ഹാപ്പിയിലാണ്. അങ്ങനെ ഇടയ്ക്കിറങ്ങി ഫുഡൊക്കെ കഴിക്കുകയും അവര് അതുപോലെ ഇടയ്ക്കിറങ്ങി വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീനയാണെങ്കിൽ ഹൗസ് വൈഫിനോട് പ്രത്യേകം പറഞ്ഞ് അവർക്ക് വലിയൊരു ഡിന്നർ തന്നെ കേട്ടോ റെഡിയാക്കണത്. അങ്ങനെ മേശപ്പുറം നിറയെ വെക്കാനത്ര വിഭവങ്ങൾ അവിടെ റെഡിയാണ്. അങ്ങനെ ഏകദേശം 4 മണി സമയമായപ്പോഴേക്കും ഇവര് ഗേറ്റ് കടന്ന് അകത്തേക്ക് കടന്നു വരുന്നത് അലീന കാണുകയാണ്. കണ്ടപാടെ അലീന അവിടെ നിന്ന് എടുത്തടിച്ച് ഓടി വരുന്നു കേട്ടോ. അലീന ഈ ഓടി വരുന്നത് സ്റ്റാലിൽ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഓടി വന്ന് അലീന ആദ്യം രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോള് അപ്പം എന്നെ മറന്നോ എന്ന് ചോദിക്കുമ്പം നിന്നെ ഞാനങ്ങനെ മറക്കുകൂടിയെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. പിന്നാലെ തന്നെ രോഹിയും അതുപോലെ ബബിത ഇറങ്ങുന്നുണ്ടേ. ബബിതനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രോഹിയും വന്ന് ചേച്ചിന്ന് പറഞ്ഞ് രോഹിയും വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും കണ്ട് സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ അലീന. അപ്പം മനു എന്താ അലീന എനിക്ക് മാത്രം കെട്ടിപ്പിടിയില്ലേ എന്ന് ചോദിക്കുമ്പം അമ്പട കേമ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി കളിയാക്കുന്നു കേട്ടോ. കൃഷ്ണമോള് പറയാണ് മനുവേട്ടൻ ഒരു ഗ്യാപ്പ് ഇട്ടാ നോക്കിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടേ. അപ്പോഴാണ് എല്ലാവരും അവിടെ നിൽക്കുന്ന ആ പട്ടികളെ ശ്രദ്ധിക്കുന്നത്. അത്രയും നായ്ക്കൾ ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളാരും പേടിക്കണ്ട, അവരൊന്നും ചെയ്യില്ല, ബാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഒന്ന് പേടികൊണ്ട് അകത്തേക്ക് കയറുന്നത്. അകത്ത് ചെല്ലുമ്പോൾ സ്റ്റാൻലി ജോസഫ് അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. മുമ്പിൽ ഗ്ലാസും അതുപോലെ തന്നെ മദ്യമൊക്കെ ഇരിപ്പുണ്ട്. സ്റ്റാൻലിയെ കണ്ടപാടെ എല്ലാവരും നമസ്കാരം പറയുന്നുണ്ട്. സ്റ്റാൻലി തിരിച്ചും പറയാണ് എല്ലാവരും ഇരിക്ക് എന്ന് പറയുന്നുണ്ട്. അല്ല ചേച്ചിയുടെ അച്ഛനാണെന്നുള്ള കാര്യം രോഹിയും ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോക്കും അറിയാം. പിന്നെ രേവതിക്കുട്ടിക്കും അതുപോലെ തന്നെ മനുവിനും അറിയാട്ടോ. സോറി, രേവതിക്കുട്ടിക്കും മനുവിനും കൃഷ്ണമോക്കും അറിയാം, പക്ഷെ ബബിതയ്ക്ക് രോഹിത്തിനും അറിയില്ല കേട്ടോ. അങ്ങനെ ഔസേപ്പ് എല്ലാവർക്കും ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് അത് കഴിക്കാണ്. അപ്പോഴേക്ക് സ്റ്റാൻലി പറയുന്നുണ്ട് മോളെ അലീന എല്ലാവർക്കും മുറിയൊക്കെ കാണിച്ചു കൊടുക്ക്. മുകളിലത്തെ നിലയിൽ ഇഷ്ടംപോലെ മുറിയുണ്ട്, എല്ലാവർക്കും താമസിക്കാം. മോളുണ്ട് കാണിച്ചു കൊടുക്ക്. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അലീനയുടെ വിഷമമൊന്ന് മാറട്ടെ എന്ന് സ്റ്റാൻലി പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണ പറയാണ് കൊള്ളാലേ ചേച്ചി, ഞങ്ങൾ സംശയിച്ചാ വന്നത്. ഇവിടെ വന്നാൽ ഇനി ഇയാളെന്തിനു പറയുമെന്നൊക്കെ കരുതി. സോറി, പപ്പയെന്തിനു പറയുമെന്നും കരുതി. എന്തായാലും ആള് സോഫ്റ്റ് അല്ലേ? കാണുന്ന സോഫ്റ്റ് ഒന്നും അല്ല. ഇവിടെ ഇഷ്ടംപോലെ റിവോൾവർ ഉണ്ട്, എടുത്ത് പൊട്ടിക്കും ആൾക്ക് ദേഷ്യം വന്നാൽ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു മുറിക്കകത്ത് പോയി ഇരിക്കുകയാണ്. എന്നിട്ട് ഇതുവരെയുള്ള കഥകളും കാര്യങ്ങളെല്ലാം എല്ലാവരോടും ഷെയർ ചെയ്യുന്നു കേട്ടോ. അത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. സഹോദരങ്ങളും മനുവും രേവതിക്കുട്ടിയും അലീനയും എല്ലാവരും കൂടി ആ മുറിൽ ഒരുമിച്ചിരുന്ന് നട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സ്റ്റാൻലി ഡോറിന് വന്ന് മുട്ടുന്നുണ്ട്. എല്ലാവരും ചാടി എഴുന്നേക്കാണേ. ഡിന്നറിനുള്ള സമയം അലീന, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവാണ്. താഴെ ചെന്ന് നോക്കുമ്പം ഒരു വലിയ ടേബിൾ നിറയെ വിഭവങ്ങളാണ് കേട്ടോ. കോഴി, മീന്, ബീഫ്, അതുപോലെ മുട്ട, എന്തൊക്കെ വേണം, ഫിഷ്, വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ആ ടേബിൾ നിറഞ്ഞിരിക്കുകയാണ്. രോഹി ചോദിക്കുകയാണ് ഇതെന്താ ചേച്ചി 5 സ്റ്റാർ ഹോട്ടലോ? എടാ എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ, കഴിച്ച് മനുഷ്യൻ മടുക്കും, ഞാനിച്ചിരി തടി വെച്ചില്ലേടാ എന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈയും കഴുകിക്കൊണ്ട് ടേബിളിന് ചുറ്റും വന്നിരിക്കുകയാണേ. സ്റ്റാൻലി എവിടെ നിന്ന് വരുന്നത് അലീനെ കാണുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം, ടേബിൾ മുമ്പിലിരുന്ന് സംസാരിക്കാൻ പാടില്ല, അത് പപ്പയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പ്ലേറ്റ് എടുത്ത് വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കും അലീന അത് വേണ്ട, ജോലിക്കാരെ വിളമ്പുന്നത് സ്വന്തമായിട്ട് വിളമ്പാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം വല്ലാത്ത നിയമങ്ങൾ തന്നെ എന്ന് പറയാണ്. ഔസേപ്പ് വന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ സ്റ്റാൻലിയും വന്ന് അവിടെ കഴിക്കാനിരിക്കുകയാണ്.
എല്ലാവരും കഴിക്കുന്നുണ്ട്. എന്നാ ശരി, ഗുഡ് നൈറ്റ്, ഞാൻ പോയി കിടക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം സ്റ്റാൻലി പോവാണ്. അങ്ങനെ എല്ലാവരും അവൻ്റെ മുറികളിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വീണ്ടും കുറേ നേരം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നാളെ തോട്ടത്തിലേക്ക് പോകണം, എല്ലാം കാണാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് എല്ലാവരും ഓരോ മുറിയിലേക്ക് കിടക്കാൻ പോവാണേ. ബബിയും രോഹിയും അലീനയും കൂടി ബബിയും കൃഷ്ണമോളും അലീനയും രേവതിക്കുട്ടിയും ഒരു മുറി തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രോഹിയും മനു വേറൊരു മുറിയിൽ. അങ്ങനെ രാത്രിയാകുമ്പോൾ അലീന റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എനിക്കെന്താ കാണണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മനുവും അലീനയും പുറത്തേക്ക് ഇറങ്ങാണ്. വരാന്തയിലപ്പോൾ മറ്റാരില്ല കേട്ടോ, ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കിടന്നുറങ്ങാൻ പോയി. ഈ സമയത്ത് മനു പറയുന്നുണ്ട്, നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം എനിക്കൊരു സമാധാനമില്ല. സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം പോലും നേരെ ചെറിയ ഉറങ്ങിയിട്ടില്ല. അലീന, നീ തിരികെ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമാണ് മനുവേട്ടാ എൻ്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്ക് വയ്യ. അപ്പച്ചൻ പറയാ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകാന്ന്, അവിടെ കൊട്ടാരമഠത്തിൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബ വീട്ടിലേക്ക്. അത് വേണ്ട അലീന, നീ അങ്ങോട്ട് പോരെ. നമ്മളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, എന്നിട്ട് പിന്നെ നിനക്ക് എങ്ങോട്ട് പോകേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കും ആഗ്രഹമുണ്ട് മനുവേട്ടാ, പക്ഷേ കുറച്ച് കാര്യം കൂടി ക്ലിയർ ആവാനുണ്ട്. അവിടെ ഇപ്പോൾ മേഡം വളരെ സന്തോഷത്തിലല്ലേ? ആ സന്തോഷം കെട്ടുപോകരുത്. ഞാൻ മകളാണെന്ന് സ്വയമേ തിരിച്ചറിഞ്ഞ് എന്നെ അംഗീകരിക്കണം. അച്ഛൻ അത് അംഗീകരിക്കണം. അമ്മേനെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിയുന്ന സന്ദർഭത്തിലേ ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ നമ്മുടെ കല്യാണം എന്ന് അലീന പറയുമ്പോഴേക്കും മാനുവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അലീനയും പരിസരം മറന്ന് അവനെ കെട്ടിപ്പിടിക്കാണ്. രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും സ്റ്റാൻലി ആ കാശ് കണ്ട് ഞെട്ടിപ്പോന്ന് കേട്ടോ. സ്റ്റാൻലി വാതയ്ക്ക് വന്ന് നിൽക്കുമായിരിക്കും. അലീനയും മനുവും കൂടി കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. അലീന എന്ന് വിളിക്കുമ്പോഴേക്കും അലീനയും സ്റ്റാൻലിയും കൂടി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്. അലീനയും മനുവും കൂടി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട്. സ്റ്റാൻലി എന്താ അലീന ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനുവിൻ്റെ കൈ പിടിച്ച് നിൽക്കുമായിരിക്കും അലീന. ഇതാരായത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ കൊല്ലപ്പള്ളി ശിവശങ്കരമേനോന്റെ മകൻ എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാലിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. വൈജയുടെ സഹോദരന്റെ മകൻ, അതായത് അലീനയുടെ മോർച്ചറക്കാൻ. ഈ രാത്രിയിൽ നിങ്ങളോട് എന്തെടുക്കാമെന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അത് പിന്നെ പപ്പ, എനിക്ക് മനുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. മനുവേട്ടൻ എന്നെയും ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കാം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അപ്പച്ചൻ പറഞ്ഞത് മോളുകൂടി കേട്ടതല്ലേ? നല്ല ഒന്നാം തരം ഒരു നസ്രാണി പയ്യനെ കൊണ്ട് നിന്നെ കെട്ടിക്കുള്ളെന്ന്. എന്നിട്ട് പപ്പ, അത് എൻ്റെ തീരുമാനമല്ലേ, എൻ്റെ ഇഷ്ടമല്ലേ? എനിക്ക് മനുവേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. മനുവേട്ടൻ എന്നെയും ഞങ്ങൾ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ. അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാനെടുത്ത തീരുമാനം അത് എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറി പോകുമ്പം സ്റ്റാൻലി മനോട് ചോദിക്കുന്നുണ്ട്, നീ സീരിയസ് ആയിട്ടാണോ? അതോ? അതെ ഞങ്ങളെ, ഞാൻ സീരിയസ് ആയിട്ടാ. വൈജി ആൻറ്റിയുടെ സഹോദര മകനാണ് ഞാൻ. അതായത് അലീനയുടെ മുറച്ചിറക്കാൻ. ആങ്കിളിനെ അറിയാലോ. പിന്നെ ആങ്കിൾ അവളുടെ പപ്പയാണെന്നും എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാം. വന്ന നാൾ മുതലേ അലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞാനാ. അവളുടെ ടേക്ക് കെയർ ആയിട്ട് ഞാൻ തന്നെയാ. അതുപോലെ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ഞാനാ. ഞാനും അങ്കിളും. അങ്കിളിൻ്റെ കാര്യമൊക്കെ ഏകദേശം സ്റ്റാൻലി അങ്കിളിന് അറിയാലോ. അതുകൊണ്ട് അലീനനെ ഞാൻ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അവളെനിക്ക് അതുപോലെ ജീവനാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ അവളുടെ ഗാർഡിയനായിരുന്നു. ഇനി അങ്ങോളം അങ്ങനെ തന്നെ വേണമെന്നാ എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങൾ തടസ്സമൊന്നും പറയരുത്. അവൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടല്ലേ അവളെ വിവാഹം കഴിപ്പിക്കേണ്ടത്. അല്ലെ ജീവിതകാലം മുഴുവനും അതൊരു നോവാവും. അവൾ ആദ്യമായി സ്നേഹിച്ച പുരുഷൻ അത് ഞാനാ. ഞാൻ പലരെയും സ്നേഹിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. മനസ്സുകൊണ്ട് ആദ്യമായി അവളെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവിടെ 2-3 ദിവസം അവർ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. മനുവിനെ ശരിക്കും പഠിക്കുകയാണ് സ്റ്റാൻലി. മനു നല്ലൊരു പയ്യനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനുവിനെ അയാളും മനസ്സുകൊണ്ട് സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് സ്റ്റാൻലി അലീനയോട് മനുവിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരു വിവാഹത്തിന് മനു അലീന തയ്യാറാവില്ലെന്നും സ്റ്റാൻലിക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു എസ്റ്റേറ്റൊക്കെ കണ്ട് എല്ലാം കറങ്ങി നടന്ന് നല്ല അടിച്ചു പൊളിച്ച് തന്നെ എല്ലാവരും തിരിച്ചു പോവാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അലീന വല്ലാണ്ട് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മുടെ സ്റ്റാൻലി കാണുന്നു കേട്ടോ.
അവളുടെ മനസ്സ് എന്തുമാത്രം മുരടിച്ചു പോയെന്നും ഇവിടെ വന്നതിന് ശേഷം അവൾ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്നും സ്റ്റാൻലി മനസ്സിലാക്കാണ്.